Hi guys and welcome back to Vandi Malayalam. Welcome to the detailed ride review of the all new Bajaj Pulsar NS 400Z. 400 എന്ന് പേരിലേ ഉള്ളൂ, 349cc എഞ്ചിൻ വന്ന വണ്ടിയാണ്. സോ ഇത് നമ്മുടെ വീഡിയോയുടെ പാർട്ട് 1 ആണ്. രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ വോക്ക് റൗണ്ട് ആണ്. അതിൽ നമുക്ക് വണ്ടിയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കവർ ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിലാണ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ റൈഡ് ഒപ്പീനിയൻ ഞാൻ പറയുന്നത്. സോ ഒറ്റ വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോവും. സോ നിങ്ങൾക്ക് ഇത് കാണാനും ബുദ്ധിമുട്ടായിരിക്കും, എല്ലാവർക്കും അങ്ങനെ കാണാൻ തോന്നണമെന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ചെയ്യുന്നത്. സോ വണ്ടിയുടെ ഫീച്ചേഴ്സ് മാത്രം അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പാർട്ട് 1 കാണാവുന്നതാണ്. റൈഡ് ഒപ്പീനിയൻ അറിയണമെന്നുള്ളവർക്ക് പാർട്ട് 2 കാണാവുന്നതാണ്. ഇത് രണ്ടും അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ രണ്ട് വീഡിയോസ് കണ്ടാൽ മതി, നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇത് കൊടുക്കുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഐറ്റം, ഏറ്റവും പുതിയ ബജാജ് പൾസർ NS 400Z. സോ പേരിൽ മാത്രമാണ് 400 ഉള്ളത്. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഒരു 349cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOSC എഞ്ചിനാണ്. മാക്സിമം ഇപ്പോൾ ഇത് 40.6 bhp പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതും 9000 RPM. അതുപോലെ തന്നെ 33.2 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ 43 bhp ആക്കിയിരുന്നു ഈ ഒരു എഞ്ചിനെ, പക്ഷേ ഇപ്പോൾ വീണ്ടും ഇത് 349 ആയപ്പോഴത്തേക്ക് പഴയ 40ലേക്ക് തന്നെ തിരിച്ചു വന്നു. ടോർക്ക് നേരത്തെ ഒരു 37 Nm ഉണ്ടായിരുന്നു, അതിൽ നിന്നൊരു ഓൾമോസ്റ്റ് ഒരു 4.5 Nm കുറഞ്ഞിട്ട് ഇപ്പോൾ 33.5 വന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു എഞ്ചിനിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം. എഞ്ചിനിൽ മാത്രമല്ല, ഈ വണ്ടിയിൽ വന്നിട്ടുള്ളൊരു ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നതും ഈ ഒരു എഞ്ചിനിലുള്ള വ്യത്യാസമാണ്. എന്നാൽ ഈ പവർ ഡ്രോപ്പ് ആയത് നമുക്ക് മനസ്സിലാക്കാതിരിക്കാനായിട്ട് ട്യൂണിങ്ങിൽ ഒത്തിരി മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് ബജാജ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഓടിക്കുക എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. അപ്പോൾ ഇതാണ് എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷനും അതിൻ്റെ ആ ഒരു ഓവറോൾ ചേഞ്ച് എന്ന് പറയുന്നതും. കാണാൻ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു വണ്ടിക്ക് അധികം എഞ്ചിൻ ഇരിക്കുന്നത് കാണാൻ പറ്റിയത്. ഒരുപാട് കാലമായിട്ടുള്ള ബജാജിൻ്റെ ഒരു 373cc പ്ലാറ്റ്ഫോമിൽ നിന്ന് അതിൻ്റെ സ്ട്രോക്ക് കുറച്ച് 350ലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു എഞ്ചിനുമാണ്. അതിന് താഴെയായിട്ട് 400 ബാഡ്ജിങ്ങളുള്ള ഒരു എഞ്ചിൻ കൗൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുഞ്ഞൊരു ക്രാഷ് ഗാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡ് കൂളിങ്ങിൻ്റെ റേഡിയേറ്ററും അവിടെ കാണാൻ സാധിക്കും. അതിന് മുകളിൽ ടാങ്ക് ഷൗഡിൽ NS എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. ടാങ്കിൽ ബ്ലാക്ക് കളറിലാണ് ഇപ്രാവശ്യം ഈ ഒരു പൾസറിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 12 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് വരുന്നത്. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ കാണാനും അടിപൊളിയാണ്. വണ്ടിയിൽ ഇരിക്കുമ്പോഴും അത്യാവശ്യം നൈസായിട്ടാണ് വന്നിരിക്കുന്നത്. 805 mm സീറ്റ് ഹൈറ്റുള്ള സീറ്റാണ് നമുക്ക് വരുന്നത്. സ്പ്ലിറ്റ് സീറ്റാണ്. അതുപോലെ തന്നെ ബാക്കിൽ കണ്ടില്ലേ ആ ഒരു ടിപ്പിക്കൽ പൾസർ ഷേപ്പിലുള്ള ഗ്രാബ് റെയിലും കൊടുത്തിട്ടുണ്ട്. പുറകിൽ നമുക്ക് ആ ഒരു സ്പ്ലിറ്റ് LED ടെയിൽ ലാമ്പ് ഇതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ആ ഒരു ഷോർട്ട് സ്പോട്ടി ടെയിൽ പോർഷൻ ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ വണ്ടിയെ സ്പെഷ്യലാക്കി നിർത്തുന്നത്. കാരണം നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് വെക്കുന്ന പോലെയുള്ള ആ ഒരു ടെയിൽ ടൈഡിയാണ് ഈ ഒരു വണ്ടിക്ക് ബൈ സ്റ്റോക്ക് തന്നെ ബജാജ് കൊടുക്കുന്നത്. താഴെ ഒരു ടയർ ഹാക്കറുണ്ട്. അതുപോലെ തന്നെ 150 സെക്ഷൻ്റെ അപ്പോളോ ആൽഫ H1 ടയേഴ്സാണ് വന്നിരിക്കുന്നത്. റേഡിയൽ ടയറാണ് കൊടുത്തിട്ടുള്ളത്. 230 mm ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ വരുന്നത്. സിംഗിൾ പിസ്റ്റൺ ആക്ഷ്യൽ ഗ്രിമിക്ക കാലിപ്പറും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻഡ്യൂറൻസിൻ്റെ നൈട്രോസ് ചാർജ്ഡ് ആയിട്ടുള്ള മോണോ ഷോക്ക് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റി നമുക്കതിൽ കിട്ടുന്നുണ്ട്. ഇതാണ് പില്ലൻ ഫുട്ട് റെസ്റ്റ് ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നതൊക്കെ തന്നെ കാണാൻ അടിപൊളിയാണ്. പിന്നെ മെയിൻ ഹൈലൈറ്റ് അണ്ടർ ബെല്ലി എക്സോസ്റ്റ് ആണ് നമുക്ക് NS 400Z വരുന്നത്. സോ വെയിറ്റ് ബാലൻസിങ്ങിനും കാണാനും അത്യാവശ്യം നല്ല ലുക്കാണിത്. ബോക്സ് ടൈപ്പ് സ്വിങ് ആണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇത് മാത്രം നമുക്ക് കാണുമ്പോൾ കുറച്ച് അനോയിങ് ആയിട്ട് തോന്നും. കാരണം ഒരു 400cc ബൈക്കിന് ബോക്സ് ടൈപ്പ് വരുന്നത് കുറച്ച് അനോയിങ് ആണ്. പക്ഷേ പെർഫോമൻസിൽ അതങ്ങനെ വലിയ പ്രശ്നമൊന്നും ഈ വണ്ടിയിൽ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 17 ഇഞ്ച് ബാക്ക് അലോയ് വീൽ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ പെരിമീറ്റർ ഫ്രെയിം. സിൽവർ കളറിലാണ് ഫ്രെയിം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ലൊരു കോൺട്രാസ്റ്റ് ഉണ്ട് ബ്ലാക്കിൻ്റെയും സിൽവറിൻ്റെയും. ഇവിടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ ഉണ്ട്. എന്തിനാണ് ഇപ്പോഴും 26ലും ഫ്യൂൽ ഇഞ്ചക്ഷൻ ബാഡ്ജിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അറിയത്തില്ല, പക്ഷേ എന്തായാലും അതവിടെ ഉണ്ട്. ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർ NS ലുക്ക് വരാനായിട്ട് അവരുടെ ഒരു ഐക്കോണിക് ഡിസൈനാണ്. എന്നാൽ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഇടിമിന്നലിൻ്റെ ഷേപ്പിലുള്ള 2 DRLs, അതുപോലെ തന്നെ ബൈ ഫംഗ്ഷൻ പ്രൊജക്ടർ ഹെഡ് ലാമ്പും ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. മുകളിൽ ചെറിയൊരു വിൻ വൈസർ പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലാണ് നമ്മുടെ മീറ്റർ വരുന്നത്. സൈഡിൽ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്പർ പ്ലേറ്റ് ഹോൾഡർ വരുന്നത്. സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഗോൾഡൻ കളറിൽ വരുന്ന ഒരു USD ഫോർക്കാണ് വരുന്നത്. എൻഡ്യൂറൻസിൻ്റെ 130 mm ആണ് ഇതിൻ്റെ ട്രാവൽ. ബാക്കിലും 130 mm തന്നെയാണ് ട്രാവൽ വരുന്നത്. ഫൈബർ മഡ് ഫ്ലാപ്പിൽ ABS എന്നുള്ളതിൻ്റെ സിമ്പൽ അല്ലെങ്കിൽ സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട്. ഗ്രെമിക്കയുടെ ഡ്യുവൽ പോർട്ട് കാലിപ്പർ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 320 mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. സോ സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ ബിഗ് ഡിസ്ക് ബ്രേക്ക് നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ സാധിക്കും. 110 സെഷൻ അപ്പോളോ ആൽഫ H1 റേഡിയൽ ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. ട്യൂബ്ലെസ് ആണ്. അതുപോലെ തന്നെ 17 ഇഞ്ചിൻ്റെ വീൽസും ഫ്രണ്ടിൽ കാണാം. വെറും 176 കിലോഗ്രാം മാത്രമാണ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. സോ 40 bhp 176 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പവർ ടു വെയിറ്റ് റേഷ്യോ തന്നെ നമുക്ക് വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ്, 1380 mm ആണ് ഇതിൻ്റെ വീൽ ബേസും വരുന്നത്. സോ ഒരു കുട്ടി സ്ട്രീറ്റ് ഫൈറ്ററാണിത്. അത്യാവശ്യം നല്ല ഒരു
അജൈൽ ഹാൻഡ്ലിങ്ങും മറ്റും നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത് ഈ ഒരു ഡയമെൻഷൻസ് വരുന്നതുകൊണ്ടാണ്. ഇനി ഹാൻഡിൽ ബാറിലേക്ക് വരുന്നുണ്ടെങ്കിൽ പണ്ട് NS200 നമുക്ക് ക്ലിപ്പ് ഓൺ ആയിരുന്നെങ്കിൽ ഇതിലിപ്പോൾ സിംഗിൾ പീസ് ഹാൻഡിൽ ബാറാണ് വരുന്നത്. ഒരു ടേപ്പേഡ് ടൈപ്പാണ്. സോ സെൻറ്ററിലോട്ട് വരുമ്പോഴത്തേക്ക് ഹാൻഡിൽ ബാറിന് കനം കൂടുതലാണ്, സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് കനം കുറഞ്ഞ് വരുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാൻഡ്ലിങ്ങിന് കുറച്ചും കൂടെ ബെറ്റർ ഈ ഒരു ഡിസൈനാണ്. അതുപോലെ മിറേഴ്സ് കണ്ടില്ലേ, നമുക്ക് ഡോമിനർ കണ്ടിട്ടുള്ള പോലെയുള്ള അതേ സെയിം മിററാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷും ഉണ്ട്. അതുപോലെ തന്നെ നല്ല വിസിബിലിറ്റിയും തരുന്നൊരു മിററാണിത്. സോ അതും ഈ ഒരു NSൽ ബജാജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ കീ അസംബ്ലി. അതുപോലെ തന്നെ സൈഡിൽ കണ്ടില്ലേ ഒരു USB ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ പുതിയ ഇൻഫിനിറ്റി ടൈപ്പ് ഡിസ്പ്ലേ ഇതിൽ വരുന്നത്. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടാങ്ക് ലിഡ് മാത്രമാണ് വരുന്നത്. ഇനി സ്വിച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹസാർഡ് സ്വിച്ച്, എഞ്ചിൻ കിൽ സ്വിച്ച് ആൻഡ് സ്റ്റാർട്ട് സ്വിച്ച്, താഴെ നമ്മുടെ DRലും ഹെഡ് ലാമ്പും തമ്മിൽ ഓൺ ആക്കുന്ന ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ മെനു ആക്സസ് ചെയ്യാനായിട്ടും സെലക്ട് ചെയ്യാനായിട്ടുള്ള സ്വിച്ചസാണ്. താഴെയായിട്ട് ഇൻഡിക്കേറ്റർ, ഹോൺ, അതുപോലെ തന്നെ ഫ്രണ്ടിൽ പാസ് സ്വിച്ചുമാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ നമ്മുടെ ബ്രേക്ക് ലിവറും അതേപോലെ തന്നെ ക്ലച്ച് ലിവറും 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലിവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മീറ്റർ കൺസോളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു LCD യൂണിറ്റാണ്, ഇതൊരു ഡോട്ട് മെട്രിക്സ് യൂണിറ്റാണ്. ഇതിലാണ് നമുക്ക് മെനുവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഇതിൽ ഫിക്സഡ് ഇൻഫർമേഷൻസ് ആണ് കാണാൻ പറ്റുന്നത്. നമുക്ക് ടാക്കോമീറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്, ഒരു ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ട്, ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓഡോമീറ്റർ, റൈഡിംഗ് മോഡ്സ്, സൈഡിൽ ഫ്യൂൽ ഗേജ് പോലെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. മുകളിലാണ് നമ്മുടെ എല്ലാ വാർണിംഗ് ലൈറ്റ്സും വന്നിരിക്കുന്നത്. ഇതിനാണ് നമുക്ക് മെനുവും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ 2 ട്രിപ്പ് മീറ്റേഴ്സ് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ 10x10 നാവിഗേഷനിൽ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ലാപ്പ് ടൈമർ സെറ്റിംഗ് ഒക്കെ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അഡ്വാൻസ്ഡ് അല്ല, എന്നാൽ വലിയ മടുപ്പില്ലാത്ത രീതിക്കുള്ള ഒരു മീറ്റർ കൺസോളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വിസിബിലിറ്റിയുടെ കാര്യത്തിലൊന്നും വലിയ പ്രശ്നമില്ല, കാരണം ഇത് റിവേഴ്സ് LCD ആണ് വന്നിരിക്കുന്നത്. സോ ഏതൊരു ഡിഫിക്കൽട്ട് റൈഡിംഗ് കണ്ടീഷനിലും നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വിസിബിലിറ്റി ഇതിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും റൈഡിംഗ് മോഡ്സിനനുസരിച്ച് ABSൻ്റെ സെറ്റിംഗ് മാറുക എന്നുള്ള ഫംഗ്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് ആ ഒരു ഡിസ്പ്ലേ തന്നെ കൺട്രോൾ ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഏറ്റവും പുതിയ NS400Z 2026 മോഡലിൽ വന്നിരിക്കുന്ന ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത്. സോ ഈ ഒരു വോക്കറും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ വണ്ടിയെ പറ്റിയിട്ട് ഇനിയും കൂടുതൽ അറിയാനായിട്ട്, അതായത് പ്രത്യേകിച്ച് ഇത് എങ്ങനെയാണ് ഓടിക്കാൻ എന്നുള്ളത്, ഇതിൻ്റെ പ്രൈസ്, ഇതിൻ്റെ കോമ്പറ്റീഷൻ ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ പാർട്ട് 2 കാണുക. അതിനുവേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ NS400Z അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഏതെങ്കിലും വണ്ടി വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.